ഹായ് ഓൾ, ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമ്മളിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഡിഗ്രി ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും അതുപോലെ തന്നെ ബാങ്ക് എക്സാമിനും SSC CGL ഒക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പം ഒരു സം ഓഫ് മണി, ആ സം ഓഫ് മണിക്ക് പറയുന്നതാണ് പ്രിൻസിപ്പൽ P at a rate R% time T years ഒരു ബാങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മണി ലെൻഡറിന് എന്ന് മേടിക്കുകയോ അങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ T years കഴിഞ്ഞ് കിട്ടുന്ന ഇൻട്രസ്റ്റിന് പറയുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അത് ഡിനോട്ട് ചെയ്യുന്ന ഫോർമുലയാണ് P into R into T divided by 100. ഇവിടെ P എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ. ബാങ്ക് തരുന്ന ആ റേറ്റ് ആണ് R. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് ടൈം T ഡിവൈഡ് ബൈ 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഇതേപോലെ തന്നെ നമ്മളൊരു മണി ലെൻഡറിൽ നിന്ന് ഒരു സം മേടിക്കുവാണെങ്കിലും ഇതേ സെയിം ഫോർമുല തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം ബൈ 100. ഈ എമൗണ്ട് T ഇയേഴ്സ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആ പൈസ എടുക്കുവാണെങ്കിൽ എത്ര രൂപ നമുക്ക് കിട്ടും അതാണ് എമൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, ആദ്യം ഡിപ്പോസിറ്റ് ചെയ്ത പൈസ പ്ലസ് T ഇയേഴ്സ് കഴിഞ്ഞ് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതാണ് എമൗണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് ഈ രണ്ട് ഫോർമുലയാണ് അറിഞ്ഞിരിക്കുന്നത്. SI എന്ന് പറഞ്ഞാൽ PRT by 100 ആണ്. അതുപോലെ തന്നെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ ആണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്, R റേറ്റ്, T ടൈം, SI ആണ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ചെയ്യാം. 500 rupees നമ്മൾ 10% ഇൻട്രസ്റ്റിന് 5 years ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT by 100, P into R into T. 500 into 10 into 5 divided by 100. 5 into 5, 25. 25 into 10, 250. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 250 ആണ്. ഇനി 5 years കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് SI. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് 500 പ്ലസ് 250, 750 rupees ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. A shopkeeper borrowed 2000 rupees from a money lender at 5% per annum for first 2 years. In next 2 years, 3 years 10% per annum, and next 5 years 20% per annum. Find the total SI. ഒരു ഷോപ്പ് കീപ്പർ 2000 rupees മണി ലെൻഡറിൽ നിന്ന് മേടിച്ചു. ആദ്യത്തെ 2 yearsന് 5% per annum, പിന്നത്തെ 3 yearsന് 10% per annum, പിന്നത്തെ 5 yearsന് 20% per annum. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ SI ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ SI എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താ? PRT by 100. ഇവിടെ 3 കേസസ് ഉണ്ട്. അപ്പം ടോട്ടൽ SI എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിലെ SI പ്ലസ് സെക്കൻഡ് കേസിലെ SI പ്ലസ് തേർഡ് കേസിലെ SI. ഫസ്റ്റ് കേസിലെ SIയിലെ P മാറും, T എന്താ? P സെയിം ആണ്, 2000 ഇൻറ്റു ആദ്യത്തെ കേസിലെ റേറ്റ് എത്രയാ? 5% ഫോർ 2 years. റേറ്റ് 5 ടൈം 2 years by 100 പ്ലസ് സെക്കൻഡ് കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? എമൗണ്ട് പ്രിൻസിപ്പൽ സെയിം തന്നെ, 2000 ഇൻറ്റു 3 years 10% per annum, 10 into 3 by 100. തേർഡ് കേസിൽ 2000 ഇൻറ്റു 20% 5 years. So 10 into 20, 200 plus 20 plus 60, 600 plus 20 into 400, 4 5 20, 2000. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2800. ഇതാണ് ടോട്ടൽ SI. ഇനി നമ്മൾ ഇതിലെ അടുത്ത ടൈപ്പ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. A sum of money becomes 5 times of the principal in 10 years. Find the rate percentage. ഒരു സം ഓഫ് മണി പ്രിൻസിപ്പലിന്റെ 5 times ആവും.
10 വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണ്? ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. A sum of money becomes n times in t years. അങ്ങനെയാണ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n-1 into 100 by t. ഇതേപോലെ തന്നെ ഇപ്പൊ ടൈം ആ ചോദിച്ചിരുന്നത് വെച്ചോ, റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു എഴുതാം. n-1 into 100 by r എന്ന് എഴുതാം. എങ്ങനെയാ? സം ഓഫ് മണി ബിക്കംസ് n ടൈംസ് ഇൻ t years. അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് n-1 into 100 by t. ഓർ time taken for a sum of money becomes to become n times if the rate is r% എന്ന് ചോദിച്ചാൽ n-1 into 100 by r. ഈ ഷോർട്ട് കട്ട് ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എത്രയാ? എ സം ഓഫ് മണി ബിക്കംസ് 5 times the principal. നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന പ്രിൻസിപ്പൽ പി ആണെങ്കിൽ 5 times p, 5p ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന എമൗണ്ട്. അങ്ങനെ 10 years കൊണ്ട് അങ്ങനെയാണ് റേറ്റ് എടുക്കുക. r is equal to n-1. n എന്ന് പറയുന്നത് 5 minus 1 into 100 by ഇവിടെ തന്നേക്കുന്ന ടൈം ടി 10 years. അപ്പൊ 4 into 100 by 10, 40% ആണ് റേറ്റ്. ഈ ടൈപ്പിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. A sum of money becomes 10 times the principal at the rate of 50% per annum. Find the time. ഇതേപോലെ തന്നെ ഈ ഫോർമുല അഡോപ്റ്റ് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 minus 1 9 into 100 by rate percentage വന്നിട്ട് 50. 18 years കൊണ്ടാണ് sum of money becomes 10 times the principal. Next type problem. A shopkeeper paid SI x by y of principal where time and rate are equal. Then find time and rate. ഷോപ്കീപ്പറിന്റെ പേ ചെയ്ത SI എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന്റെ x by y ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം റേറ്റും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം റേറ്റും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇത്ര ചെയ്ത് വെച്ചാൽ ഷോർട്ട് കട്ട് ആണിത്. റൂട്ട് ഓഫ് ആ ഫ്രാക്ഷൻ ഇൻറ്റു 100. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ഷോപ്കീപ്പർ പെയ്ഡ് SI 16 by 25 of principal. Then find time and rate if they are equal. അങ്ങനെയാണ് ടൈം അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് തന്നിരിക്കുന്ന ആ ഫ്രാക്ഷൻ എത്രയാ? 16 by 25 ഓഫ് പ്രിൻസിപ്പൽസ്. ഇപ്പൊ 16 by 25 into 100 ഇത്ര ചെയ്ത് വെച്ചാൽ മതി. 16ന്റെ റൂട്ട് 4, 5ന്റെ റൂട്ട് 25ന്റെ റൂട്ട് 5, 100ന്റെ റൂട്ട് 10, 4 into 10 40 by 5, 8 ആണ് ആൻസർ. 8%. Next type question. The sum of money becomes 5 times in 16 years and find in how many years the sum becomes 11 times. Similar industry ഒരു മണി ഡിപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രിൻസിപ്പല് 5 ടൈംസ് ആവും. 16 ഇയേഴ്സ് കൊണ്ട് 5 ടൈംസ് പ്രിൻസിപ്പൽ ആവും. അങ്ങനെയാണെങ്കിൽ 11 ടൈംസ് എത്ര വർഷം കൊണ്ടാണ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്? If a sum of money becomes m times in t1 years, then in it becomes n times in t2 years. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് m-1 by n-1 is equal to t1 by t2 ആയിരിക്കും. ഇതായിരിക്കും m times in t1 years, n times in t2 years. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് m-1 by n-1 is equal to t1 by t2. അപ്പൊ ഇവിടെ നമ്മുടെ m എത്രയാ? 5 ടൈംസ്. 5 minus 1 divided by അടുത്തത് 11 ടൈംസ്. 11 minus 1 is equal to t1. ഫസ്റ്റ് ആയിട്ട് ഇയർ എത്രയാ? 16 by t2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 5 minus 1 4 by 10 is equal to 16 by t2. 4 16 ക്യാൻസൽ ചെയ്യാം. 4 into 10 t2 എന്ന് പറയുന്നത് 40 years ആണ് നമ്മുടെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. The sum of money becomes 7 times in 30 years. Find in how many years the sum becomes 10 times. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ m എന്ന് പറയുന്നത് 7, n എന്ന് പറയുന്നത് 10, t1 എന്ന് പറയുന്നത് 30, t2 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാം. ഫോർമുല m-1 by n-1 is equal to t1 by t2. 7 minus 1 6 by 10 minus 1 9 is equal to t1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 30 years. 30 by t2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ 5 minus 32 എന്ന് പറയുന്നത് 45 years ആണ് ആൻസർ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്കീപ്പർ ബോറോഡ് 500 rupees
from two different banks with different rate percentages for 2 years. Difference between their SI is 2.50. Find the difference between the rate percentages. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് SI എന്ന് പറയുന്നത് ഇവിടെ തന്നേക്കുന്നത് രണ്ട് ബാങ്കിൽ നിന്ന് ഒരാള് ഒരു സം ബോറോ ചെയ്തു. അതിന്റെ ഡിഫറൻസ് ഇൻ SI എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ SI എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. രണ്ട് റേറ്റ് പെർസെന്റേജ് ആണ് രണ്ട് ബാങ്കും ഓഫർ ചെയ്യുന്നത്. 2 ഇയേഴ്സിനാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയൊക്കെയാ. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ SI ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഡിഫറൻസ് ഇൻ SI എന്ന് പറയുന്നത് ഇവിടെ രണ്ട് റേറ്റ് ആണ്. പ്രിൻസിപ്പലും സെയിം ആണ്, ടൈമും സെയിം ആണ്. PRT/100 എന്നല്ലേ ഫോർമുല. PT/100 ഇൻറ്റു റേറ്റ് ആണ് ഡിഫറൻറ്റ്. R1 മൈനസ് R2. ഡിഫറൻസ് ഇൻ SI ആണ് തന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ചെയ്ത് PR1 T/100 മൈനസ് PR2 T/100 ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഞാനിത് ഷോർട്ട് കട്ട് ആയിട്ട് PT/100 ഇൻറ്റു R1 മൈനസ് R2 എന്ന് എടുത്തു. ഇതേപോലെ തന്നെ ഡിഫറൻസ് ഇൻ SI കണ്ടുപിടിക്കും. ഇഫ് ടൈം ഡിഫറെന്റ് ആണെങ്കിൽ അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? PR/100 ഇൻറ്റു T1 മൈനസ് T2. ഇതേപോലെ തന്നെ പ്രിൻസിപ്പൾ ആണ് ഡിഫറെന്റ് എങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാ? RT/100 ഇൻറ്റു P1 മൈനസ് P2. ഡിഫറൻസ് ഇൻ SI is equal to. ഈ കേസിൽ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, റേറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡിഫറൻസ് ഇൻ SI എന്ന് പറയുന്നത് 2.50. 2.50 is equal to P എത്രയാ തന്നേക്കുന്നത്? 500 ഇൻറ്റു ടൈം എത്രയാ? 2 ഇയേഴ്സ്. R1 മൈനസ് R2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേറ്റ് പെർസെന്റേജസ്. 5 into 10. 10 2.50. R1 മൈനസ് R2 എന്ന് പറയുന്നത് 2.50 divided by 5 into 10. 0.25 പെർസെന്റേജ് ആണ് ഡിഫറൻസ് റേറ്റ് പെർസെന്റേജ്. എല്ലാവർക്കും സിമ്പിൾ ടെസ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇന്ററസ്റ്റിനെ പറ്റി പഠിക്കാം. താങ്ക് യു.